ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരാണ്. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ. YMCA എന്നതിൽ സി എന്തിനെ കാണിക്കുന്നു? ക്രിസ്ത്യൻ. YMCA എന്നതിൽ സി എന്തിനെ കാണിക്കുന്നു? ക്രിസ്ത്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. മധ്യകാലത്ത് കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനം മഹോദയപുരം. മധ്യകാലത്ത് കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനം മഹോദയപുരം. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് വാലന്റീന ടെറസ്കോവ. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന ടെറസ്കോവ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി VK കൃഷ്ണമേനോൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളിയാണ് VK കൃഷ്ണമേനോൻ. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തളാദേവി. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തളാദേവിയാണ്. മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത് കാതറിൻ മേയോ. മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത് കാതറിൻ മേയോ. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. പത്വ എന്ന നാടോടി കലാകാരന്മാർക്കൊപ്പം ജീവിച്ച ചിത്രകലാകാരനാണ് ജാമിനി റോയ്. പത്വ എന്ന നാടോടി കലാകാരന്മാർക്കൊപ്പം ജീവിച്ച ചിത്രകലാകാരൻ ജാമിനി റോയ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായം പരുത്തിത്തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. തെരഞ്ഞെടുപ്പുകളിൽ നോട്ടാ സമ്പ്രദായം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ വർഷം 2015 2015 തെരഞ്ഞെടുപ്പുകളിൽ നോട്ടാ സമ്പ്രദായം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയത്. കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം നൽകിയ വ്യക്തി കല്ലേൻ പൊക്കുടൻ. കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കല്ലേൻ പൊക്കുടൻ. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം. കല്ലുമാല സമരം നടന്നത് 1915. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് മംഗലാപുരം. അപ്പൊ മംഗലാപുരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? നേത്രാവതി നദിയുടെ തീരത്ത്. പഴയ കാലത്ത് ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ രാജവംശമാണ് അറക്കൽ രാജവംശം. പഴയകാലത്ത് ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ രാജവംശം അറക്കൽ രാജവംശമാണ്. സ്ഥിതി ചെയ്യുന്നത് കണ്ണൂര്. കരപ്പുറം എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ചേർത്തല. കരപ്പുറം എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന സ്ഥലം ചേർത്തല. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. അപ്പൊ ന്യൂഡൽഹിയിലാണ് നീതി ആയോഗ് സ്ഥിതി ചെയ്യുന്നത്. ലോക പയറുവർഗ ദിനം ഫെബ്രുവരി 10. ലോക പയറുവർഗ ദിനം ഫെബ്രുവരി 10. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടം കെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന്. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. സംസ്ഥാന ദുരന്ത നിർമ്മാണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാക്കുന്നത്? വില്ലി. വില്ലി അല്ലെങ്കിൽ വില്ലൈ എന്നൊക്കെ പറയും. ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാക്കുന്നത്? വില്ലി. തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? മെഡുല. തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? മെഡുല. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതുവാണ് Ca2+ എന്നാണ്. അതായത് കാൽഷ്യം അയൺ എന്നാണ് പറയുന്നത്. Ca2+. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഗൗട്ട്. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഗൗട്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ലൂയി 14. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ലൂയി 14.
സുപ്രീം കോടതിക്ക് അധികാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഘടനയിൽ നിന്ന്. സുപ്രീം കോടതിക്ക് അധികാരം ലഭിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. സ്പെക്ട്രം പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓട്ടിസം ബാധിച്ച കുട്ടികൾ. സ്പെക്ട്രം എന്ന പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് സ്പെക്ട്രം. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. ബോക്സൈറ്റ് സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് ലീച്ചിങ്. ബോക്സൈറ്റ് സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ലീച്ചിങ്. മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51A. മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 51A. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? യൂണിയൻ ലിസ്റ്റിലാണ് തുറമുഖം ഉൾപ്പെടുന്നത്. തുറമുഖം ഉൾപ്പെടുന്നത് ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേരെന്താണ്? ഗ്രീൻഫീൽഡ്. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര് ഗ്രീൻഫീൽഡ്. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിയാണ് റാബി. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി റാബി. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനമാണ് സിഡ്കോ. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം സിഡ്കോ. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം അറിയപ്പെടുന്നത് എന്താണ്? ഭൂകമ്പ നാഭി. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം അറിയപ്പെടുന്നത് ഭൂകമ്പ നാഭി. വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? യുവത്വഘട്ടം. വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? യുവത്വഘട്ടത്തിൽ വെച്ച്. ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രജ്ഞനാണ് കേപ്പൻ. ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ കേപ്പൻ. എലീസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനുള്ളതാണ്? എയ്ഡ്സ്. എലീസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനുള്ളതാണ്? എയ്ഡ്സിന്. പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ന്യൂട്ടന്റെ നിയമം രണ്ടാം ചലന നിയമമാണ്. പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്ക് ഏൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ന്യൂട്ടന്റെ നിയമം രണ്ടാം ചലന നിയമമാണ്. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സാണ്. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സ്. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് ഹരിജൻ യാത്ര. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് ഹരിജൻ യാത്ര എന്നാണ്. അപ്പൊ ഹരിജൻ യാത്ര നടത്തിയത് 1933 1812 വയനാട്ടിലെ വനങ്ങളിൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. 1812 വയനാട്ടിലെ വനങ്ങളിൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. അതായത് കുറിച്യർ ലഹളയുടെ വർഷമാണ് 1812. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991.